ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു കായിക അഭ്യാസി നദിക്ക് കുറേ വലിച്ചു കെട്ടിയിരുന്ന കയറിലൂടെ നടക്കുകയാണ്. തോളത്ത് തൻ്റെ ഓമനോവനുണ്ട്. എല്ലാവരെയും അത് അത്ഭുതപ്പെടുത്തി. കരഘോഷത്തിനിടെ അയാൾ കാണികളോട്, നിങ്ങൾക്ക് എൻ്റെ കഴിവിൽ വിശ്വാസമുണ്ടോ? കാണികളുണ്ട്. അഭ്യാസി, എങ്കിൽ നിങ്ങളിൽ ഒരാളുടെ കുട്ടിയെ എൻ്റെ കയ്യിൽ തരാമോ? ഞാൻ സുരക്ഷിതമായി അക്കരെ എത്തിക്കാം. ആരും അതിന് തയ്യാറായിരുന്നില്ല. കാരണം ഒരു കുഞ്ഞിനോ അതിൻ്റെ അപ്പനോ വിശ്വാസം അവർ തമ്മിലാണ്. യഥാർത്ഥ വിശ്വാസിക്ക് മാത്രമേ ദൈവത്തിൻ്റെ കൈകളിൽ താൻ സുരക്ഷിതനായിരിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. ഒന്നാമതായി നാം ഈ കഥയിൽ യഥാർത്ഥ വിശ്വാസി എന്ന് തന്നെത്താൻ പരിശോധിക്കണം. കർത്താവ് ചോദിക്കുന്നു, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെന്ന്. യെരുശലേമിൽ അവരുടെ അവിശ്വാസത്തിൽ കർത്താവ് അത്ഭുതപ്പെടുന്നുണ്ട്. പഴയ നിയമത്തിൽ ഏലിയാ പ്രവാചകൻ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന സംഭവം കാണുന്നു. അവിടെ ഏലിയാവ് വിധവയോട് ആവശ്യപ്പെടുന്ന ആവശ്യം, നിൻ്റെ മകനെ ഇങ്ങ് തരിക. അവൾക്ക് പ്രവാചകനിൽ വിശ്വാസമുണ്ട്. മകനെ നൽകുന്നു. ഏലിയാവ് വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു. നാം നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും ആനന്ദവും സല്ലാപവും ദൈവത്തിൽ സമർപ്പിക്കുക. രണ്ട് തരം ആൾക്കാരുണ്ട്. കരയ്ക്കിരുന്നും കളത്തിലിറങ്ങിയും കളിക്കുന്നവർ. കരയ്ക്കിരുന്ന് കളിക്കുന്നവർ തങ്ങളെ പിന്തുണച്ച ടീമിൻ്റെ വിജയം ആഘോഷിക്കും. പരാജയപ്പെട്ടാൽ നിരാശരാകും. ഒരു തവണ പോലും കളത്തിലിറങ്ങാതെ കളിയെക്കുറിച്ച് വാചാലമായി വിചാരണ ചെയ്യും. കാഴ്ചക്കാരനാകുന്നതിൽ ഒരു ഗുണമുണ്ട്. ഒന്നിലും പങ്കെടുക്കേണ്ട. പിന്തുണച്ചും പ്രോത്സാഹിപ്പിച്ചും വേണ്ടി വന്നാൽ കാലുമാറിയും ഗാലറിയിൽ ഇരുന്നാൽ മതി. വിയർപ്പൊഴുക്കേണ്ട, പരാജയപ്പെടേണ്ട, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ട. ഒന്നിനോടും ഒരു പ്രതിബദ്ധതയുമില്ലാതെ കണ്ടും കേട്ടും മടങ്ങാൻ വേണ്ടി മാത്രം ഒരു ജന്മം. എന്തൊരു ജീവിതമാണിത്! കളത്തിലിറങ്ങുമ്പോൾ കർമ്മനിരതരായിരിക്കും. 1 മണിക്കൂർ പ്രദർശനത്തിന് പിന്നിൽ ഒരായുസ്സിൻ്റെ പ്രയാസവും പ്രയത്നവും ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്താലും അത് മനുഷ്യർക്ക് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ ഹൃദയപൂർവ്വം ചെയ്യുക എന്ന് പരിശുദ്ധ പൗലോസ് ശ്ലീഹ കൊലോസ്യരോട് പറയുന്നു. 3:23. ദൈവം അനുഗ്രഹിക്കട്ടെ.